ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. പതിനാലാം മന്ത്രം. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യ അമൃതമശ്നുതേ. ഇപ്പൊ ഒരാഴ്ച സമയം കിട്ടുമ്പോൾ നമ്മൾ ആ മന്ത്രവും തർജ്ജമയും ഹൃദിസ്ഥമാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപനിഷത്തെങ്കിലും നമുക്ക് മുഴുവനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കണ്ടേ? അപ്പൊ അതിനുള്ളൊരു പ്രയത്നം കൂടി ചെയ്യണം. അതിനാണ് വളരെ സ്ലോ ആയിട്ടാണ് ഓരോ വാക്കുകളും പറയുന്നത്. പറയാൻ അറിയില്ലാത്ത അവർക്ക് വേണമെങ്കിൽ പിന്നീട് ചോദിക്കാം. വായിക്കാൻ അറിയില്ലാത്ത ഭാഗങ്ങൾ എന്തായാലും എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. അപ്പോ നമ്മള് അതിന് ഗുരു തന്നിരിക്കുന്ന തർജ്ജമ: വിനാശം കൊണ്ടു മൃതിയെ കടന്ന മൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. നമ്മൾ പദത്തിന്റെ അർത്ഥവും പദച്ഛേദവും അന്വയവും ഒക്കെ പറഞ്ഞതാണ്. ഇവിടെ ആ പദത്തിന്റെ അർത്ഥങ്ങളിലൂടെ നമുക്കൊന്നുകൂടെ കടന്നു പോയിട്ട് ബാക്കി ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ സംഭൂതിക്ക് ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളില് വിദ്യാശക്തി എന്നും സംഭവമെന്നും ഒക്കെ പറഞ്ഞു തന്നു. ഇവിടെ പറയാണ് സംഭൂതിം ച വിനാശം ച. സംഭൂതിയെയും അതായത് വിദ്യാമാർഗത്തെയും വിനാശം ച വിനാശത്തെയും അതായത് അസംഭൂതിയെയും തത് ഉഭയം സഹ അത് രണ്ടും ഒരുമിച്ച്. നമ്മളെ സഹയുടെ അർത്ഥമൊക്കെ മറന്നുപോകാതെ പഠിക്കണം. കൂടെ ഏതാണ് ഒരുമിച്ച് മനസ്സിലാക്കേണ്ടത്? സംഭൂതിയും അസംഭൂതിയും ഒരുമിച്ച് ആരാണോ അറിയുന്നത്, യഹ വേദ ആരാണോ ഒരുമിച്ച് അറിയുന്നത്, അതായത് സംഭൂതിം ച വിനാശം ച തത് ഉഭയം, സംഭൂതിയും വിനാശവും ഇത് രണ്ടും സഹ ഒരുമിച്ച് യഹ വേദ ആരാണോ അറിയുന്നത്. അതായത് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. സംഭൂതിയിലൂടെയും വിനാശത്തിലൂടെയുമാണ് മനുഷ്യജീവിതം എന്ന പ്രതിഭാസം കടന്നു പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടറിയണം എന്നാണ് ഋഷി പറയുന്നത്. അതായത് രണ്ട് വശങ്ങളായിട്ടാണ് ഇത്രയും കഴിഞ്ഞ മന്ത്രങ്ങളിലായി നമ്മളോട് പറഞ്ഞു തന്നത്. രണ്ട് വശങ്ങളാണ് പറഞ്ഞു തന്നത്. ഒന്നിനെ നമ്മള് അവിദ്യ എന്ന് വിളിച്ചു, അസംഭൂതി എന്ന് വിളിച്ചു, അസംഭവം എന്ന് വിളിച്ചു, വിനാശം എന്നൊക്കെ പറഞ്ഞു. ഒരു വശത്തെ അവിദ്യ, അസംഭവം, അസംഭൂതി, വിനാശം എന്നൊക്കെ പറഞ്ഞു. അടുത്ത വശത്തെ വിദ്യ, സംഭൂതി, സംഭവം, അമൃതത്വം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം നല്ലൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇത് അമൃതാനുഭവമാണോ എന്ന് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠഭാഗം. ഇത് രണ്ടും സത്യത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്, സത്യത്തിലേക്കുള്ള വഴികൾ മാത്രമാണെന്നാണ് ഋഷി പറഞ്ഞു വരുന്നത്. പറയാനുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പറയാത്ത വാക്കുകൾക്കാണ് പറഞ്ഞ വാക്കുകളേക്കാൾ കൂടുതൽ മാധുര്യമുള്ളത് എന്ന് ഋഷി പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇവിടെ മുനിഗുരു അത് വളരെ വ്യക്തമായി ആ രണ്ടും കണ്ടറിഞ്ഞത് ഒരു നാണയത്തിന്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഒരു നാണയം എടുത്താൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. പക്ഷെ ഈ രണ്ട് വശങ്ങളും സത്യമല്ല. ഈ രണ്ട് വശങ്ങൾക്കും ഉള്ളിൽ കാണുന്ന ആ ലോഹമാണ് സത്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പറഞ്ഞ സംഭൂതിക്കും വിനാശത്തിനും അപ്പുറം വർത്തിക്കുന്ന ഒരു അമൃതത്വം എന്ന അനുഭവമുണ്ട്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. സംഭൂതിക്കും അസംഭൂതിക്കും അല്ലെങ്കിൽ വിദ്യയ്ക്കും അവിദ്യയ്ക്കും അല്ലെങ്കിൽ സംഭവത്തിനും അസംഭവത്തിനും ഇതിനൊക്കെ അപ്പുറം വർത്തിക്കുന്ന ഒരു അമൃതാനുഭവം ഉണ്ട്. അതിനെ വാക്കുകൊണ്ട് വെളിപ്പെടുത്താനാവില്ല.
അതുകൊണ്ട് വെളിപ്പെടുത്താനാവുന്നത് സത്യത്തിന്റെ ഇങ്ങനെയുള്ള രണ്ട് വശങ്ങൾ, അതിന്റെ വിപരീത വശങ്ങൾ മാത്രമാണ്. വാക്കുകൾ കൊണ്ട് നമ്മൾ നേതി പ്രക്രിയയിലൂടെ ഈ ദൈവദശകമൊക്കെ പഠിക്കുമ്പോൾ അല്ലെ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാന്ന് പറയണ പോലെ ഇതല്ല സത്യം, ഇതല്ല സത്യം എന്ന് എണ്ണി 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 അവസാനം നിഷേധിക്കാനാവാത്ത, എണ്ണി മാറ്റാനാവാത്ത ആ അനിവാര്യതയെ, ആ പരമസത്യത്തിലേക്ക് ഋഷി നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോ പരമസത്യത്തെ പറയണമെങ്കിൽ ഇത് രണ്ടും കണ്ടറിയണം എന്നാ പറയാ. വിദ്യാശക്തിയെയും അവിദ്യാശക്തിയെയും ഒരുമിച്ച് അറിയണം എന്നാണ് പറയുന്നത്. അപ്പോ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താനായിട്ടില്ല. ഇപ്പോഴും ഋഷി പറയാൻ ഉദ്ദേശിക്കുന്ന അമൃതാനുഭവത്തെ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താതെ അതിന്റെ വിപരീത വശങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇവയ്ക്ക് നടുവിൽ പരാമർശിക്കപ്പെടാത്തൊരു സത്യമുണ്ട്. അത് നാം ഓരോരുത്തരും അന്തർദൃഷ്ടിയ സ്വയം കണ്ടെത്തുന്നിടത്താണ് സാധകന്റെ ഫലപ്രാപ്തി. അതായത് ഗുരുവിന്റെ കൃതികൾ അത്രയും ഈ രണ്ട് വശങ്ങളെയും പറയുന്നതാണ്. ഈ രണ്ട് വശങ്ങൾക്കപ്പുറത്തൂടെ നമ്മൾ ആ പറയാതെ ഗുരു അനുഭവിച്ച അനുഭൂതികമായ തലത്തെ അറിയണമെങ്കിൽ നമ്മൾ ഈ രണ്ട് വശത്തെ നന്നായി മനസ്സിലാക്കണം. അതിലൂടെ മാത്രമാണ് നമുക്ക് ആ അനുഭൂതിയിലേക്ക് എത്താൻ പറ്റൂ. പിന്നെ നമ്മൾ പറഞ്ഞു, ആ അനുഭൂതിയിൽ എത്തണമെങ്കിൽ ഗുരുവിന്റെ ഒരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. ആ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ജഗദീശ്വരൻ നമ്മളിൽ കനിയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കനിവും കാത്താണ് നമ്മളെ ഇഴകളായിട്ട് ഇങ്ങനെ ഈ സത്യത്തെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്നാണ് ഭഗവാനെ ആ കൺമുന ഞങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് തെളിയിക്കുന്നത്, ഒന്ന് മാറ്റുന്നത്, ഒന്ന് നോക്കുന്നത് ഞങ്ങളെ കരുണയോടെ, അന്ന് ഞങ്ങൾക്ക് ഈ അമൃതാനുഭവം ഉണ്ടാവും. ഞങ്ങളിപ്പോ അക്കാഡമിക്കായിട്ട് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇങ്ങനൊരു സത്യമുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് അനുഭവിച്ചു ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരൂ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ജഗദീശന്റെ മുന്നിൽ വയ്ക്കാനുള്ളത്. അപ്പോ നാണയത്തിന്റെ ഇരുവശങ്ങളും സത്യമല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഇരുവശങ്ങളും അറിയാതെ നമുക്ക് നാണയത്തെ അറിയാൻ സാധ്യമല്ല. അതുപോലെ ഇവിടെ സംഭൂതിയും വിനാശവും സത്യമല്ല, പക്ഷെ ഇതിലൂടെ മാത്രമേ നമുക്ക് അമൃതാനുഭവത്തിലേക്ക് എത്താനായിട്ട് സാധ്യമാവുകയുള്ളൂ. സംഭൂതിയെയും വിനാശത്തെയും അറിയാതെ രണ്ടിനും നടുവിലുള്ള ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കാനാവില്ല. അപ്പൊ അത് അടുത്ത മന്ത്രം പഠിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആവും. എന്താണ് ഇങ്ങനെ ഋഷി പറയുന്നത് എന്ന് നമുക്ക് അടുത്ത മന്ത്രം പഠിക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പോഴും അമൃതാനുഭവം നമ്മുടെ മുന്നിലേക്ക് മറന്നീക്കി പറഞ്ഞു തന്നിട്ടില്ല ഋഷി. പറഞ്ഞ വാക്കുകളേക്കാൾ ഏറെ മാധുര്യമാണ് പറയാത്ത അമൃതാനുഭവത്തിന്. അതിലേക്ക് എത്താൻ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെന്താണെന്ന് അടുത്ത മന്ത്രത്തിലൂടെ നമ്മള് ആചാര്യൻ പറഞ്ഞു തരുന്നുണ്ട്, ഋഷി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പറയാണ്, സംഭൂതിം ച വിനാശം ച തദുഭയം സഹാവേദ. രണ്ടും ഒരുമിച്ച് ആരാണോ അറിയുന്നത്, അതായത് ജഡാത്മകമായ ഈ പ്രപഞ്ചത്തെയും നമ്മുടെ ശരീരത്തെയും അതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ആ വിദ്യാശക്തിയെയും ആരാണോ രണ്ടിനെയും ഒരുമിച്ചറിയുന്നത്, അവൻ വിനാശേന മൃത്യും തീർത്തുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി വിശദീകരിച്ചതാണ്. അതായത് ജനന മരണങ്ങള് സത്യത്തിൽ ഇല്ല എന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തന്നു. പരിണാമം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് മാറി മറ്റൊന്നായിട്ട് മാറും, അത് മാറി മറ്റൊന്നായിട്ട് മാറും. അപ്പോൾ ജനന മരണങ്ങൾ പരമസത്യത്തിന്റെ ഭാവമുഖങ്ങൾ മാത്രമാണ്. നമ്മുടെയൊക്കെ സ്വഭാവം മാറുന്ന പോലെ പരമസത്യത്തിൽ ഉണ്ടാകുന്ന ഭാവമുഖങ്ങളാണ്. സൃഷ്ടിയോന്മുഖമാകുമ്പോൾ, ആ സർഗാത്മകതയിൽ ഇരിക്കുമ്പോൾ പരമസത്യത്തിൽ ഉണ്ടാകുന്ന ഭാവമുഖങ്ങൾ മാത്രമാണ് ജനന മരണങ്ങൾ. അപ്പോ ഈ വിനാശവും ഈ പരമസത്യത്തിന്റെ ക്രിയാത്മകതമായ ഭാവം മാത്രമാണെന്ന് അറിയുമ്പോൾ നമ്മൾ മരണത്തെ തരണം ചെയ്തു കഴിഞ്ഞു. അതായത് ഈ ശരീരം, ഈ പഞ്ചഭൂതാത്മകമായ ശരീരം ചലിച്ചു പരിണമിക്കുന്നതാണ്. അത് ചലിച്ചു പരിണമിക്കുമ്പോഴും നാശമില്ലാത്ത ഒരു വസ്തു നമ്മളിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ മരണത്തെ തരണം ചെയ്ത് കഴിഞ്ഞു. എന്തിനാ ഈ നശ്വര വസ്തുവിനെ കുറിച്ച് ഓർത്ത് ഇന്ദ്രൻ വിഷമിക്കുന്നത്? എന്തായാലും ഉണ്ടായത് എന്തായാലും ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, അല്ലെ?
ജന്മം മരിച്ചവർക്കും വരും നിശ്ചയം. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ശരീരത്തിന്റെ സ്വഭാവം അത് കാണിക്കുക തന്നെ ഇരിക്കും. അത് ഒന്ന് മാറി ഒന്നായിട്ട് മാറും. അത് മരണമെന്ന് കണക്കാക്കാൻ പറ്റില്ല. അതിനപ്പുറം സംഭൂതിം ച വിനാശം ച തതുഭയം സഹാവേദ. രണ്ടും ആരാണോ ഒരുമിച്ചറിയുന്നത് സഹ വിനാശേന മൃത്യും തീർത്തുവ. അതായത് അസംഭൂതി അഥവാ വിനാശം നാശോത്മുഖമാണെന്ന് അറിഞ്ഞിട്ട്, അസംഭൂതി വിനാശമാണെന്ന് അറിഞ്ഞിട്ട് സമ്പൂത്യ അമൃതമശ്നുതേ വിദ്യാശക്തിയെ അറിഞ്ഞ് മുന്നേറി പതിക്കാതെ ആ അമൃതപദത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും അറിയണം. അതിൽ അസംഭൂതിയെ അറിഞ്ഞിട്ട് ജനനമരണങ്ങളെ അതിക്രമിച്ചിട്ട് വിദ്യാശക്തിയെ അറിഞ്ഞ് അതിലൂടെ പതിക്കാതെ മുന്നേറി അമൃതാനുഭവത്തിലേക്ക് എത്തണം എന്നാ പറയാ. അതാണ് പറഞ്ഞ സമ്പൂത്യ അമൃതം അശ്നുതേ. സമ്പൂതി കൊണ്ട് സംപ്രാപിക്കുന്നു അമൃതത്വം. സമ്പൂത്യ അമൃതം അശ്നുതേ. സമ്പൂതിയെ അറിഞ്ഞ് സത്യാനുഭവത്തെ പ്രാപിക്കുന്നു. അപ്പോ സംഭൂതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശ്രേഷ്ഠമായ ഭവിക്കലാണെങ്കിൽ ജനനം ഉൾപ്പെടെ സകലതും അതിന്റെ ആ സംഭൂതിയിൽ പെട്ടതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അമൃതാനുഭവം എന്നും പറഞ്ഞു. ആ അമൃതാനുഭവത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നാണ് ഋഷി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി ഉപനിഷത്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യാഖ്യാതാക്കൾ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അറിയേണ്ടത്, ഞാൻ പറഞ്ഞു ഭഗവത്പാദരുടെ ശങ്കരഭാഷ്യമാണ്, ദശോപനിഷത്തുക്കളുടെ ഭഗവത്പാദരുടെ ഭാഷ്യമാണല്ലോ ഭാഷ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അവിടെ ഹിരണ്യഗർഭനെയും വിരാട് പുരുഷനെയും ഒക്കെ സംഭൂതിയും അസംഭൂതിയുമായിട്ട് സൂക്ഷ്മതലവും സ്ഥൂലതലവുമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അവിടെ ആചാര്യര് സംഭൂതിയെ അസത്യമെന്നും അസംഭൂതിയെ സത്യമെന്നുമാണ് വ്യാഖ്യാനിച്ചു വരുന്നത്. പക്ഷെ അത് ഇവിടെ വരുമ്പോൾ അത് ശരിയാവുന്നില്ല. കാരണം സംഭൂതിയെ അസത്യമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മന്ത്രത്തിൽ കിടക്കുന്നു സംഭൂതിഞ്ച വിനാശം ച. സംഭൂതിയെ ജഡാത്മകമായ നശ്വര വസ്തു എന്ന് പറയുമ്പോൾ ഈ വിനാശത്തിനെ എവിടെ വ്യാഖ്യാനിക്കും? പക്ഷെ ഗുരു ആ ഭാഷ്യമേ അതിലൂടെ അല്ല ഗുരു പോയിട്ടുള്ളത്. ഗുരു ഈ മന്ത്രത്തിനനുസരിച്ചുകൊണ്ടാണ് ആ ഋഷിയുടെ വരിയെ തന്നെയാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭഗവത്പാദൻ അവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പുറത്ത് വിനാശം കിടക്കുന്നത് കൊണ്ട് സംഭൂതിയുടെ അടുത്ത് ഒരു ആ ചേർത്തിട്ട് അത് അസംഭൂതി ആയിട്ടാണ് വ്യാഖ്യാനിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ആചാര്യസ്വാമികൾ അതിൽ സൂക്ഷ്മമായ അർത്ഥങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും. അത് ഒരു സാധാരണ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനമാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് മനസ്സിലേക്ക് ഓടി വരിക, വിക്ഷേപം വൃത്തിയെല്ലാം വിഷയ വഴിയിളക്കുമ്പോൾ വല്ലാതെ വാടും മോക്ഷാർത്ഥിക്കാശ്വസിപ്പാൻ ഹൃദി ശുഗ ഭഗവത് പാദരിത്യാദി തോന്നും പക്ഷേ സന്ദേഹവും തോന്നും അപരിചയം കൊണ്ടു സാക്ഷാലുണ്ടിങ്ങു നാരായണ ഗുരുപദമെന്നൻപിൽ ഞാൻ കുമ്പിടുന്നേൻ. ആശാൻ ശരിക്കും ശങ്കരഭഗവത്പാദരുടെ കൃതികളൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പരമ ചൈതന്യ സ്വരൂപനാണ്. പറയാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തത്ര ദൃഷ്ടിത്വം വേണം. ഈ നമ്മള് വിക്ഷേപവൃത്തി, വിക്ഷേപം എന്ന് പറഞ്ഞാൽ അസത്യം, ഈ അസത്യാത്മകമായ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വാടി തളർന്നു പോകും. ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നമ്മൾ വല്ലാതെ വിഷമിക്കും. അപ്പോൾ നമ്മൾ ആധ്യാത്മികതയിലേക്ക് ചെല്ലാമെന്ന് കരുതി ഗ്രന്ഥങ്ങൾ എടുക്കും, ശുഗന്റെയും ഭഗവത്പാദരുടെയും ഒക്കെ കൃതികൾ എടുക്കും. പക്ഷെ നമുക്ക് അവിടെ ആ ഗഹനത കൊണ്ട് ചിലപ്പോൾ സംശയം വരാം. അപ്പോൾ വളരെ ലളിതമായിട്ട് ഒരു സാധാരണ മനുഷ്യന് അവന്റെ ബുദ്ധിതലത്തിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ വേദാന്തത്തെ വളരെ ലളിതമായി സാക്ഷാലുണ്ടിങ്ങു നാരായണ ഗുരുചരണമെന്ന അൻപിൽ ഞാൻ കുമ്പിടുന്നേൻ. അപ്പോഴും എനിക്ക് ഓടി അണയാൻ ഒരു ദുഃഖത്തിന് ശമനമായി 2 നാമങ്ങൾ ജപിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ലളിതമായ ഭാഷയില്
ഞങ്ങൾക്ക് രചിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ വേദസാര സംഗ്രഹമായ കൃതികൾ എന്ന് അവിടെ കുമാരനാശാൻ പറയുന്നുണ്ട്. അപ്പോൾ ആഴങ്ങളിൽ ആഴമേറിയ ഭഗവത്പാദരുടെ ആ വ്യാഖ്യാന ശങ്കരഭാഷ്യമൊക്കെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അത് നമ്മൾ ഒരു സെന്റൻസ് തന്നെ തുടങ്ങിയാൽ അവസാനിക്കുന്നത് ഒരു പേജ് കഴിയുമ്പോഴായിരിക്കും ഒരു സെന്റൻസ് തന്നെ അവസാനിക്കുന്നത്, അല്ലെ? പക്ഷെ ഗഹനമേറിയ ആഴത്തിലുള്ള ഭാഷ്യമാണ് ഭഗവത്പാദ രചിച്ചിരിക്കുന്നത്. ആ ഭാഷ്യത്തിന് പിന്നെ ഭാഷ്യം എഴുതേണ്ടി വന്നു അത് മനസ്സിലാകാൻ. അപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഈ ജന്മം ഇവിടെ നിന്ന് തന്നെ അസ്തമിച്ചു പോകും. അതല്ല, കുറച്ചും കൂടി ലളിതമായ രീതിയിൽ ഗുരു നമുക്കത് പറഞ്ഞു തന്നു എന്നാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. കാരണം ഉവ്വടാചാര്യൻ എന്ന ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം ഏകദേശം ശങ്കരൻ ഭഗവത്പാദർക്ക് ശേഷമാണ്, 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഉവ്വടാചാര്യര് ജനിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹം ഈ ഉപനിഷത്തിന് ഭാഷ എഴുതിയപ്പോൾ സംഭൂതി എന്നതിന് ഇപ്പൊ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ഭാഷ്യത്തിലൂടെ തന്നെയാണ് ഉവ്വടാചാര്യനും പോയിരിക്കുന്നത്. അപ്പോ സംഭൂതി എന്നതിന് ബ്രഹ്മമെന്നും വിനാശം എന്നതിനെ അസംഭൂതി അഥവാ നശ്വര ദേഹ ജഡാദി വസ്തുക്കൾ എന്നുമാണ് ഉവ്വടാചാര്യർ അത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അവിടെയും പറയുന്നുണ്ട്, ബ്രഹ്മതത്വവും ആ ജഡതത്വവും ഒക്കെ അറിഞ്ഞ ഒരു യോഗി ആ ജ്ഞാനത്തിലൂടെ, ജ്ഞാനം ഉണ്ടാകുന്ന രീതിയിൽ, ജ്ഞാനം ജനിപ്പിക്കുന്ന രീതിയിൽ ആ ജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതായത് മനുഷ്യ മനസ്സിലേക്ക് പരമമായ സത്യത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ശാരീരികമായ കർമ്മങ്ങൾ നിർവഹിച്ച് ഭൗതികമായ നിലയിൽ നിന്ന് ഉയർന്നിട്ട് ബ്രഹ്മജ്ഞാനം നേടി അമൃതത്വം പ്രാപിക്കണമെന്ന് അവിടെ ഗൂഢാചാര്യർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൗതിക മൂല്യങ്ങളെയും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഉപനിഷത്ത് ധനം ഉണ്ടാക്കി ജീവിക്കാനൊക്കെ ഋഗ്വേദം പറഞ്ഞിട്ടുണ്ട്. ശതഹസ്ത സമാഹര എന്നാ പറഞ്ഞ 100 കൈകൾ കൊണ്ട് നീ സമാഹരിക്കൂ. ഇവിടെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. ധനസമ്പാദനത്തിനൊന്നും എതിരല്ല വേദങ്ങള്. അപ്പോ ഭൗതിക മൂല്യങ്ങളെയും ആധ്യാത്മിക മൂല്യങ്ങളെയും അതുപോലെ അവഗണിക്കാതെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൗതികതയെ തള്ളിക്കളഞ്ഞിട്ട് ആത്മീയതയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. രണ്ടും അറിയണം, രണ്ടും അറിഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് എന്നാണ് ഋഷിവചനം. അപ്പോ ഇവിടെ ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനം ഏകദേശം തീർന്നു. ഇനി നമുക്ക് അടുത്ത 15ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പോ അതായത് സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. വിനാശം കൊണ്ടു മൃതിയെ കടന്ന് അമൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. അപ്പൊ രണ്ടും അറിയുക, ഈ ഭൗതിക പ്രപഞ്ചത്തെയും അറിയുക, അതിനതീതമായിരിക്കുന്ന സത്യത്തെയും അറിയുക. എന്നിട്ട് ആ ജനന മരണാദി രൂപത്തിലുള്ള ആ മൃതിയെ കടന്നിട്ട് സത്യം അറിഞ്ഞിട്ട് വിദ്യാശക്തിയെ അറിഞ്ഞ് അമൃതത്വത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു വെച്ചു. അമൃതത്വത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ, വഴികളാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത മന്ത്രം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും 15ാമത്തെ മന്ത്രം എടുത്തു വയ്ക്കുക. കുറച്ചൊരു ഉപാസ്യ ഭാവത്തിൽ, ഒരു ഉപാസ്യ ദേവനോട് ഒരു സഗുണ ആരാധന പോലെയുള്ള ഒരു ആരാധനയാണ് നമുക്ക് മന്ത്രം പറഞ്ഞു തരുന്നത്. നമുക്ക് അതിലൂടെ കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സംശയങ്ങൾ തീരും. ഇപ്പോ ഇവിടെ വിദ്യാമാർഗവും അവിദ്യാമാർഗവും ഒക്കെ ഋഷി വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നു. എന്നിട്ട് പറയാണ്, ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്നു
പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ഇതിലും ലളിതമായ ഒരു മലയാള പദങ്ങൾ കൊണ്ട് ഇതിനെ ലോകത്തിൽ ആർക്കും തർജ്ജമ ചെയ്യാൻ സാധ്യമല്ല. എന്നോട് പറയാം, ഇതിലും ലളിതമായ പദങ്ങൾ കൊണ്ട്, അതായത് സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ, അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പോലും ശീലിച്ചിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മലയാള ഭാഷയിലേക്ക് ലളിതമായി ഗുരു തർജ്ജമ ചെയ്ത് തന്നിരിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ 15ാമത്തെ മന്ത്രം നമ്മളൊന്ന് വായിച്ചു നോക്കണം. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം. നോക്കൂ, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ഒരർത്ഥം പോലും മന്ത്രത്തിന്റെ പറഞ്ഞു തരണ്ട നമുക്ക്. ഇപ്പൊ എല്ലാവരും ചോദിക്കും, എന്തിനാ മന്ത്രം പഠിക്കുന്നേ, തർജ്ജമ മാത്രം പഠിച്ചാൽ പോരുന്നത്. അത് നമ്മൾ ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഗുരുവിനറിയാം ഈ തർജ്ജമയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പൊക്കോളും, മന്ത്രത്തിൽ എത്തിക്കോളും എന്ന് ഭഗവാൻ അറിയാം. അപ്പൊ നമ്മള് കാര്യത്തിനൊരു കാരണവും കൂടി തേടി പൊക്കോളും എന്ന് ഗുരുവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യാഖ്യാനം ചെയ്ത് തന്ന ഗുരുക്കന്മാരൊക്കെ ഇതിന്റെ മൂലമന്ത്രവും കൂടി ചേർത്തിട്ട് നമുക്ക് തന്നത്. നമ്മൾ നല്ല സുഖമായിട്ട് ഇത് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കാൻ, ഉപനിഷത്ത് പഠിക്കാൻ ഇത്ര ആളുകൾ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഒരു കാലത്തിന്റെ ആ ഗുരുവിന്റെ ദർശനം മനുഷ്യ മനസ്സുകളിലേക്ക് വെളിവാർന്ന് പ്രവേശിക്കുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഞാൻ മന്ത്രം പഠിക്കില്ല, ഞാൻ തർജ്ജമ മാത്രമേ പഠിക്കുള്ളൂ എന്ന് പറയരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഗുരു നമ്മളെ എല്ലാതും സ്വീകരിക്കാനാ പഠിപ്പിച്ചത്, എല്ലാവരെയും ചേർത്ത് വെക്കാനാ ഗുരു നമ്മെ പഠിപ്പിച്ചത്, ഋഷിയുടെ വാക്കുകൾ തള്ളിക്കളയാനല്ല. അതുകൊണ്ടാണ് മന്ത്രവും കൂടി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. ഇനി ഇതിന്റെ ഓരോ പദങ്ങളും വായിക്കാൻ അറിയില്ലാത്തവരുണ്ടാവും. അവര് മന്ത്രം നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത് നെറ്റിലൊക്കെ നോക്കിയാൽ അതിന്റെ ആ മന്ത്രം കിട്ടുമെന്ന് എഴുതി വെക്കുക. ഗുരുവിന്റെ തർജ്ജമ പിന്നെ നമ്മുടെ പ്രാർത്ഥനാ മഞ്ജരിയിലുണ്ട് അല്ലെ. അപ്പൊ അത് എടുത്തു വെച്ചിട്ട് വേണം എന്നും ക്ലാസ്സിലേക്ക് വരാൻ. ഇപ്പൊ നോക്കാം. ഹിരൺമയേന പാത്രേണ, ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം, സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു, തത്വം പൂഷന്നപാവൃണു മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഇനി ഡൗട്ട് ഉള്ളവര് ഓരോ പദങ്ങളും പിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അറിയാതെ പോലും ആ ഓഡിയോ ഓൺ ആക്കരുത് കേട്ടോ. നോക്കൂ, ഹിരൺമയേന പാത്രേണ, രണ്ടാമത്തെ വരിയാണ് നമുക്ക് സന്ധി ചെയ്യാനുള്ളത്, പിരിക്കാനുള്ളത്, സന്ധിച്ഛേദം ചെയ്യാനുള്ളത്. നോക്കൂ, സത്യസ്യ പ്ലസ് അപിഹിതം, അപിഹിതം, സത്യസ്യ അപിഹിതം ചേർത്ത് വായിക്കുമ്പോൾ സത്യസ്യാപിഹിതം. അപിഹിതം എന്ന് പറഞ്ഞാൽ മറക്കപ്പെടുക, മൂടപ്പെടുക. സത്യസ്യ പ്ലസ് അപിഹിതം, സത്യസ്യ അപിഹിതം മുഖം, മുഖം. ഖ നന്നായിട്ട് തന്നെ ഉച്ചരിക്കണം കേട്ടോ. ഖ പ്ലസ് അ ഖ, മുഖം. സത്യസ്യ അപിഹിതം മുഖം. തത്വം, അതെപ്പോഴും നമ്മൾ പറയുന്ന ഒറ്റ വാക്കാന്നും പരിധിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തത്വം, തത് പ്ലസ് ത്വം ആണ് തത്വം. അത് നീയാകുന്നു എന്നാണ് തത്വത്തിന്റെ അർത്ഥം. നമ്മൾ പറയാല്ലേ തത്വം പഠിക്കുക, തത്വം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നീയാണെന്ന് അറിയണമെന്ന് അതിന്റെ അർത്ഥം. തത്വം, അതിന്റെ തത്വം എന്താ എന്ന് ചോദിച്ചാൽ എന്താ, അതിന്റെ പൊരുൾ എന്താണെന്നാണ്. തത് പ്ലസ് ത്വം, തത്വം. മറന്നു പോകാതെ പഠിച്ചോളണം തത്വത്തിന്റെ പരിച്ഛേദം. തത് അത്, ത്വം നീ, അത് നീയാണ് എന്നാണ് തത്വം എന്ന വാക്കിനർത്ഥം. തത്വം പൂഷന്നപാവൃണു, പൂഷൻ പ്ലസ് അപാവൃണു, അപാവൃണു, പൂഷന്നപാവൃണു. പൂഷൻ എന്നൊരു സംബോധന രൂപമാണ്. പൂഷനെ വിളിക്കുകയാണ്, ദൈവത്തിനെ വിളിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേരാണ് പൂഷൻ, സൂര്യഭഗവാന് കൊടുത്തിരിക്കുന്ന പേരാണ്. തത് ത്വം പൂഷൻ അപാവൃണു, അപാവൃണു, അതൊന്ന് നിരാവരണം ചെയ്യൂ, മാറ്റിത്തരൂ. തത് ത്വം പൂഷൻ അപാവൃണു. എന്തിനാ അത് മാറ്റിത്തരണേ? സത്യധർമായ ദൃഷ്ടയെ,
സത്യധർമായ ദൃഷ്ടയേ. എന്നോട് നോക്കാം. ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം തത് ത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഇതാണ് അതിന്റെ പദപ്പിരിവ്. ഇനി അതിന്റെ അന്വയം നമുക്ക് നോക്കാം. ഗദ്യരൂപം അല്ലെങ്കിൽ അന്വയം അല്ലെങ്കിൽ പ്രോസ് ഓർഡർ എന്നൊക്കെ പറയും. നമ്മൾ ആദ്യം ശ്ലോകത്തിനെ ഒന്ന് പിരിക്കും, പിന്നെ നമ്മൾ അതിനെ അന്വയം പറയണം. എന്നുവെച്ചാൽ ആശയം പറയാൻ എളുപ്പത്തിനാണ് നമ്മൾ അതിനെ അന്വയ ക്രമത്തിലാക്കുന്നത്. അപ്പൊ നോക്കാം. ഹിരൺമയേന പാത്രേണ, ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അപിഹിതം. ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അപിഹിതം. എഴുതാൻ പറ്റുന്നുണ്ടെന്ന് തോന്നണു. മന്ത്രം എടുത്ത് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാം. ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അപിഹിതം. തത് പൂഷൻ, പൂഷൻ, ഹേ പൂഷൻ, അല്ലയോ സൂര്യദേവ, തത് പൂഷൻ സത്യധർമായ, തത് പൂഷൻ സത്യധർമായ, നാലാമത്തെ വരിയിൽ കിടക്കുന്ന ആ പദം, സത്യധർമായ ദൃഷ്ടയേ, അതും നാലാമത്തെ വരിയിലുണ്ട്. തത് പൂഷൻ സത്യധർമായ ദൃഷ്ടയേ. പിന്നെ മൂന്നാമത്തെ വരിയിൽ ആദ്യത്തെ വാക്കിന്റെ പദപ്പിരിവ് ത്വം. തത് ആദ്യം നമ്മൾ എടുത്തു, പിന്നെ ത്വം നീ, അതിനെ നീ. തത് ത്വം നീ അപാവൃണു, അതിനെ ആവരണമൊന്ന് മാറ്റിത്തരൂ. ഒന്നുകൂടെ അന്വയം നോക്കാം. ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അപിഹിതം തത് പൂഷൻ സത്യധർമായ ദൃഷ്ടയെ ത്വം അപാവൃണു. അതാണ് അതിന്റെ ഗദ്യരൂപം. അപ്പോ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. നമുക്ക് അതിന്റെ പദാർത്ഥം നോക്കാം അല്ലെ. ഓരോ പദങ്ങളുടെയും അർത്ഥം വേറെ വേറെ നമുക്കൊന്ന് കുറിച്ച് വെക്കണം. നോക്കൂ. ഹിരൺമയേന, ഹിരണ്യം എന്ന് പറഞ്ഞ സ്വർണം എന്നർത്ഥം. അതിന്റെ ഫുൾ പേരാണ് ഹിരണ്യം, സ്വർണം. സുവർണം, കാഞ്ചനം, കനകം, ഹാടകം. സംസ്കൃതത്തിൽ ഹാടകം എന്ന് പറയും. ഹാടകം, ഹാടകം എന്ന് പറഞ്ഞ സ്വർണ്ണമാണ്. ഇതുപോലെയുള്ള കുറെ വക്കാബുലറി, കുറെ പദസമ്പത്തുകൾ കൂട്ടി വെക്കുക സംസ്കൃതത്തിന്റെ. എവിടെയെങ്കിലൊക്കെ ഈ പദങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം ഇതാണെന്ന് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഹിരണ്യം എന്നാണ് സ്വർണത്തിന്റെ പേര്. ഹിരണ്യം, സുവർണം, കാഞ്ചനം, ഹാടകം, കനകം എന്നൊക്കെ പറയും സ്വർണത്തിന്. ഇവിടെ പറയും ഹിരൺമയം, സ്വർണമയമായ, സ്വർണ്ണ നിർമ്മിതം എന്നതുപോലെ. മയം എന്ന് പറഞ്ഞാൽ അത് ആ മയട്ട് പ്രത്യേകം ചേർക്കണം എന്താന്ന് വെച്ചാൽ അതുപോലെ എന്നർത്ഥം. അതല്ല കേട്ടോ, അതുപോലെ. മോഹൻലാലിനെ പോലെ എന്ന് പറയണ പോലെ അല്ലെ. ഹിരൺമയേന, അതായത് സ്വർണമയമായ, സ്വർണം നിർമ്മിതം എന്നതുപോലെ പളപളപ്പുള്ള, പ്രകാശാത്മകമായ. സ്വർണത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിനെ ഹരിക്കുന്നതാണ്, അതായത് മയക്കുന്നതാണ്. അതിന്റെ നിറവും അതിന്റെ മിനുമിനുപ്പും ഒക്കെ. അതാണ് സ്വർണ്ണ നിർമ്മിതം എന്നതുപോലെ പ്രകാശമയമായ. ഹിരൺമയേന എന്ന് പറഞ്ഞാൽ സ്വർണമയമായ, സ്വർണം എന്നതുപോലെ പ്രകാശമയമായ. പാത്രേണ, ഒരു പാത്രം കൊണ്ട്, ഒരു ചെപ്പ്, ഒരു പാത്രം. ആ പാത്രത്തിന്റെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ അത് വളരെ പ്രകാശാത്മകവുമാണ്. അത് എന്താ പറയാ, സ്വർണം പോലെ പളപളപ്പുള്ളതുമാണ്, മിനുമിനുത്തതുമാണ്. നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് അത് അങ്ങോട്ട് ആകർഷിച്ചെടുക്കും. അതുകൊണ്ടാണ് അത്രയും നല്ല പദം ഋഷി ഉപയോഗിച്ചത്. ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിർമ്മിതമായ, സ്വർണമയമായ പാത്രം കൊണ്ട്. പാത്രേണ എന്ന് പറഞ്ഞ തൃതീയ വിഭക്തിയാണ്. പാത്രത്താൽ.
രാമേണ രാമനാൽ എന്ന് പറയുന്ന പോലെ, ഹസ്തേന കയ്യാൽ, കൈകൊണ്ട്, കയ്യിനാൽ എന്ന് പറയുന്ന പോലെ, പാത്രേണ പാത്രത്താൽ, സ്വർണ്ണ നിർമ്മിതമായ പാത്രത്താൽ, ഒരു ചെപ്പിനാൽ. സത്യസ്യ മുഖം, എന്തിന്റെ മുഖ? സത്യത്തിന്റെ മുഖം. ഇവിടെ സത്യം എന്നുള്ളതുകൊണ്ട് പരമാത്മാവാണ്, ആത്മാവാണ്. അത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉപനിഷത്ത് കോട്ടിങ് ഒക്കെ വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ സത്യസ്യ മുഖം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ സ്വരൂപത്തിന്റെ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം. സത്യസ്യ മുഖം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിന്റെ, ജഗതീശ്വരന്റെ യഥാർത്ഥ സ്വരൂപം. സത്യസ്യ മുഖം. അപിഹിതം, മൂടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. മൂടി മാറ്റാൻ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ശ്രമിക്കാതെ കടന്നു പോകുമ്പോൾ ഋഷി നമ്മളോട് പറയുകയാണ്, ഈ ജന്മത്തിൽ ഒരു ശ്രമമെങ്കിലും ചെയ്തിട്ട് പോണേ. ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. അതൊക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? സത്യസ്യ മുഖം അപിഹിതം, മൂടപ്പെട്ടിരിക്കുന്നു. ആ പാത്രം നിസ്സാര പാത്രമല്ല, സ്വർണമയമായ, നമ്മുടെയൊക്കെ മനസ്സിനെ മയക്കുന്ന പ്രകാശമയമായ ഒരു പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടി വെച്ചേക്കുക. അപ്പൊ ആ പാത്രത്തിന്റെ ഉള്ളില് വളരെ പ്രകാശമയമായ ഒരു 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 വസ്തുവുണ്ട്, ഒരു രത്നമുണ്ട്. പക്ഷെ നമ്മൾ അത് എടുക്കാൻ പോകാറില്ല. ഒരാളും അതിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഈ പാത്രത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ ജന്മങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഋഷി പറയാണ്, ഹിരൺമയേന പാത്രേണ, സ്വർണമയമായ പാത്രത്താൽ, സത്യസ്യ മുഖം, പരബ്രഹ്മ സ്വരൂപത്തിന്റെ, ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ അപിഹിതം, മറയ്ക്കപ്പെട്ടിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. തത്, അതിനെന്ന് പറഞ്ഞ ഏതിനെയാ? ആ പരബ്രഹ്മ സ്വരൂപത്തെ. പൂഷൻ, ഇവിടെ പൂഷൻ എന്ന് വിളിക്കുമ്പോ ഹേ രാമ, എടാ രാമ എന്ന് വിളിക്കില്ലേ, അതുപോലെ ഒരു സംഭവം. ഹേ പൂഷൻ, അല്ലയോ പൂഷാവേ, അല്ലയോ സൂര്യദേവ. അവിടെ സൂര്യനെ ഒരു ഉപാസക, ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട്, നമ്മൾ അഗ്നിയെ പ്രതീകമാക്കിക്കൊണ്ട് നമുക്ക് ഹോമമന്ത്രം പഠിപ്പിച്ചു തന്നതുപോലെ ഉപനിഷത്ത് കാലത്തെ ഋഷി അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഇപ്പൊ പദാർത്ഥങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. അതായത് പൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപാസനാമൂർത്തിയാണ്, സൂര്യദേവനാണ്. വേദകാലത്തെ ദേവന്മാര് നമ്മളിപ്പോൾ ആരാധിക്കുന്ന ശിവനെന്നും വിഷ്ണു എന്നും ദേവി എന്നും മുരുകനെന്നും അങ്ങനെയുള്ള ദേവന്മാരൊന്നും അല്ലായിരുന്നു. വേദകാലത്തെ ദേവനാണ് പൂഷാവ്, ഇന്ദ്രൻ, വരുണൻ, രുദ്രൻ ഒക്കെയാണ്. അവർക്കൊന്നും വിഗ്രഹങ്ങളും ഇല്ലായിരുന്നു. വിഗ്രഹങ്ങളൊക്കെ ഈ കലിയുഗത്തിലാണ് ഉണ്ടായത്. അപ്പോ വിഗ്രഹാരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കലിയുഗത്തിലായിരുന്നു. അപ്പോ ഇവിടെ ഒരു സൂര്യനെ ഒരു ഉപാസനാമൂർത്തിയാക്കി പ്രതീകമാക്കി വെച്ചിട്ട്, ഹേ പൂഷൻ, അല്ലയോ പൂഷാവേ, സൂര്യദേവ, സത്യധർമായ ദൃഷ്ടയെ, ഞാനിപ്പോൾ സത്യധർമ്മനാണ്. ആ ഉപാസകൻ അവനെ തന്നെ പറയുന്ന വാക്കാണ് സത്യധർമ്മൻ. സത്യം ജീവിതവ്രതമായി കരുതിയിട്ടുള്ള, ജീവിതകാലം മുഴുവൻ ഈ പരമസത്യത്തെ ഉപാസിച്ചു കഴിയണമെന്ന്, എനിക്ക് അത് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന, സത്യം മാത്രമാണ് ഇനി എന്റെ ധർമ്മം എന്ന് കരുതുന്ന ഈ എനിക്ക്. കാരണം ഇത്രയും നേരം നമ്മൾ പഠിച്ചു, ജഡമായ വസ്തുക്കള് അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ അനിത്യതയെ അറിഞ്ഞ് നിത്യതയിലേക്ക് സഞ്ചരിച്ച് ആ നിത്യതയ്ക്കും ആ വിദ്യാശക്തിക്കും അപ്പുറമുള്ള അമൃതപദം തേടിയാ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണേ. നമുക്കൊക്കെ ഭഗവാൻ ഇത് തെളിയിച്ചു തരും, കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 100% പ്രതീക്ഷ അതാണ്. ജന്മാന്തരങ്ങളിലെങ്കിലും നമുക്കത് കരഗതമായിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ പറയാണ്, സത്യധർമായ, സത്യത്തെ ധർമ്മമായി ഉപാസിക്കുന്ന, ജീവിതകാലം മുഴുവൻ സത്യത്തെ ധർമ്മമായി ഉപാസിക്കുന്ന, സത്യധർമ്മന് വേണ്ടി എന്നാണ് അർത്ഥം. ദേവായ എന്ന് പറഞ്ഞ ദേവന് വേണ്ടി, കൃഷ്ണന് വേണ്ടി. ചതുർത്ഥി വിഭക്തിയാണ്, ഐക്കൊണ്ട് ചതുർത്ഥി, 4 എന്നുള്ള അർത്ഥമാണ് ചതുർത്ഥിക്ക്, അതിനു വേണ്ടി. അപ്പോ സത്യധർമ്മനായ എനിക്ക് വേണ്ടി
എനിക്ക് കാണുന്നതിന് വേണ്ടി ദൃഷ്ടയെ കാണുന്നതിന് വേണ്ടി, എനിക്ക് കാണുന്നതിന് വേണ്ടി, എനിക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി എന്ന അർത്ഥം നമുക്ക് എടുക്കാം അവിടെ. എനിക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടി, ആ സത്യത്തിന്റെ ആ മൂടി വെച്ചിരിക്കുന്ന ആ മൂടിപ്പാത്രത്തിന്റെ ഉള്ളിലുള്ള പരബ്രഹ്മ സ്വരൂപം ഉണ്ടല്ലോ, അത് സത്യധർമ്മനായ എനിക്ക് കാണുവാൻ ത്വം നീ ദയവോടെ, കരുണയോടെ, അരുമയോടെ അപാവൃണോ, അതൊന്ന് നിരാവരണമാക്കിയാലും ഒന്ന് മാറ്റിത്തന്നാലും. എത്ര ജന്മങ്ങളായി ഈ പൊൻപാത്രത്തെ പാടിപ്പുകഴ്ത്തി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തിന്റെ ആ സ്വർണത്തിളക്കത്തിൽപ്പെട്ട് ഗുരു പറഞ്ഞ പോലെ പണം പെണ്ണിലും മണ്ണിലും ചെന്ന് ബുക്ക് ആശ്വസിച്ച അത്തമോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കല്ല എന്നൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. പല പല വാക്കുകളിലൂടെയും പല കൃതികളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ പറയാണ് ഇത് നമുക്ക് ഈ മന്ത്രമൊക്കെ നമ്മൾ പറയുമ്പോ വല്ലാത്ത ഒരു അനുഭൂതി വരികയാണ്. ആ ഋഷിയുടെ ദർശനത്തെ ഓർക്കുമ്പോ, ഒരു നമുക്കിത് തന്ന കാരുണ്യത്തെ ഓർക്കുമ്പോ നമ്മൾ അറിയാതെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു കണ്ണുനീര് വന്നു പോവുക. കാരണം നമ്മൾ ഈ ലോകത്ത് ജന്മത്തിൽ എന്തൊക്കെ നേടിയിട്ടും എന്താ പ്രയോജനം? ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകും. പക്ഷെ ഈ ഒരു അറിവ്, ഈ അറിവിലുമേറിയ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുവാൻ നമ്മളൊക്കെ ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടല്ലോ. ആ അനുഗ്രഹത്തെ ഓർക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. നോക്കൂ, അപ്പോ സത്യധർമായ ദൃഷ്ടയെ, സത്യധർമ്മനായ, സത്യത്തെ ധർമ്മമായി കരുതുന്ന എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ത്വം നീ അപാവൃണു, ഒന്ന് മാറ്റിത്തരൂ, ആ മൂടി ഒന്ന് മാറ്റിത്തരൂ. എനിക്കിനി സ്വർണപാത്രത്തെ ഒന്നും പുകഴ്ത്തണ്ട, അതിനപ്പുറമുള്ള അമൃതാനുഭവം മതി എനിക്ക്. അവിടെ നീ എനിക്ക് അതൊന്ന് മാറ്റിത്തരൂ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്കിത്തിരി എന്തെങ്കിലും സുഖഭോഗങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൃപ്തരായി. മകന് ജോലി കിട്ടിയാലും വീട് വെച്ചാലും അല്ലെ, നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ കിട്ടിയാൽ നമ്മൾ തൃപ്തരാകും. എന്നിട്ട് അതൊക്കെ ഇവിടെ ഇട്ടേച്ച് ഒറ്റ പോകുമ്പോൾ വേണ്ടത് മാത്രം ചോദിച്ചു വാങ്ങില്ല ദൈവത്തോട്. എനിക്ക് വേണ്ടത് എന്താണ്, നിന്റെ ഈ ജീവിതത്തിൽ നിനക്ക് എന്താണ് നേടേണ്ടത് എന്ന് മാത്രം നമ്മൾ ചോദിക്കാറില്ല. വേണ്ടാത്തത് മാത്രം ചോദിച്ചു പോകും. അതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. അപ്പൊ ഋഷി നമ്മളെ സത്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്, പരമസത്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആശയം ഒന്ന് നോക്കാം. ഓരോ വാക്കിന്റെയും അർത്ഥമായി ഇനി ഇതിന്റെ കൂട്ടർത്ഥം പറയുമ്പോൾ, സത്യത്തിന്റെ മുഖം സ്വർണമയമായ അല്ലെങ്കിൽ പ്രകാശമയമായ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. സത്യത്തിന്റെ മുഖം സ്വർണമയമായ അല്ലെങ്കിൽ പ്രകാശാത്മകമായ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അല്ലയോ സൂര്യദേവ, അല്ലയോ ജഗത്തിനെ പോഷിപ്പിക്കുന്ന സൂര്യദേവ, സത്യമാകുന്ന ധർമ്മത്തോടു കൂടിയ എനിക്ക്, അല്ലെങ്കിൽ സത്യദർശനം ലക്ഷ്യമാക്കിയിട്ടുള്ള എനിക്ക്, സത്യധർമ്മനായ എനിക്ക്, സത്യദർശനം എന്റെ ജീവിത ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന എനിക്ക് കാണുവാനായി, അറിയുവാനായി, അനുഭവിക്കാനായി, സത്യധർമ്മനായി എനിക്ക് അനുഭവിക്കാനായി ആ മൂടിയെ ഒന്ന് മാറ്റിത്തരുക. അല്ലെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പൂഷനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോ സത്യത്തിന്റെ മുഖം സ്വർണമയമായ ഒരു പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അല്ലയോ ജഗത് പോഷകനായ സൂര്യദേവ, സത്യധർമ്മനായ എനിക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ആ മൂടി ഒന്ന് മാറ്റിത്തരൂ. ഇനി നമുക്ക് ഗുരുവിന്റെ തർജ്ജമയൊന്ന് നോക്കാം. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം, തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മനു കാണുവാൻ. ഇനി നിങ്ങൾക്ക് ജോലിയുണ്ട്, ശ്രദ്ധിക്കുക. നമ്മളെ ഇപ്പോ പദച്ഛേദം ചെയ്തു, അന്വയം ചെയ്തു, പദാർത്ഥം വിശദീകരിച്ചു, സാരാർത്ഥം വിശദീകരിച്ചു. ഇനി ഗുരുവിന്റെ തർജ്ജമ നമുക്ക് നോക്കാം. ഇവിടെ മൂടപ്പെടുന്നു, ഗുരു ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മൂടപ്പെടുന്നു. അതിന് പകരം ഒരു വാക്ക്, നിങ്ങൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആ മന്ത്രത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരിക്കും അത് മന്ത്രത്തിൽ പറയുന്നത്?
ഇടപെടുന്നു എന്ന് പറഞ്ഞ അഭിഹിതം. പൊൻപാത്രം കൊണ്ടു, അവിടെ പാത്രം വന്നില്ല, പാത്രേണ അല്ല, പൊൻപാത്രത്താൽ, പൊൻപാത്രം കൊണ്ട്, ഹിരൺമയേന പാത്രേണ, ഹിരണ്യം സ്വർണം, സ്വർണമയമായ പാത്രത്താൽ, സത്യമതിൻ മുഖം, സത്യസ്യ മുഖം അല്ലെ, പാത്രേണ, സത്യമതിൻ മുഖം, സത്യസ്യ മുഖം, അത് നീ, തത്വം, പൂഷൻ, ഹേ പൂഷൻ അല്ലയോ സൂര്യദേവ, തുറക്കുക, അപാവൃണു, സത്യധർമ്മന്നു കാണുവാൻ, സത്യധർമായ ദൃഷ്ടയെ. ക്ലാസ് കഴിയുമ്പോ ഇതിന്റെ ഓരോ വാക്കും ഇതുപോലെ ഗുരുവിന്റെ തർജ്ജമ എടുത്ത് ഓരോന്നും താഴത്തേക്ക് എഴുതിയിട്ടിട്ട് മന്ത്രത്തിൽ നിന്ന് അതിനുള്ള വാക്കുകൾ എടുത്ത് കണ്ടെത്തിക്കോളണം. അത് ഹോംവർക്കായിട്ട് ചെയ്തോണം. എന്നിട്ട് മന്ത്രം ഇന്ന് തന്നെ പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോണം. അപ്പോ നോക്കാം. ഇനി നമുക്കിത് മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം, തുറക്കുകതു നീ പൂഷൻ, സത്യധർമ്മന്നു കാണുവാൻ. നോക്കാം. ഇനി ഗുരുവിന്റെ തർജ്ജമയുടെ വാക്കുകളുടെ അർത്ഥം നോക്കൂ. സത്യമതിൻ മുഖം എന്ന് പറഞ്ഞാൽ എന്താ? പരമസത്യത്തിന്റെ യഥാർത്ഥ സ്വരൂപം. സത്യമതിൻ മുഖം എന്ന് പറഞ്ഞാൽ പരമസത്യത്തിന്റെ യഥാർത്ഥ സ്വരൂപം. പൊൻപാത്രം കൊണ്ടു, സ്വർണമയമായ അല്ലെങ്കിൽ പ്രകാശാത്മകമായ ഒരു പാത്രം കൊണ്ട്, ഒരു മൂടി കൊണ്ട്, മൂടപ്പെടുന്നു. മലയാളത്തിൽ നിങ്ങൾക്ക് വേറെ അർത്ഥം വേണ്ടി വരില്ല, നിങ്ങൾക്ക് വളരെ ലളിതമായ ഗുരു തന്നിരിക്കുന്നത്. മൂടപ്പെടുന്നു, മൂടിയിരിക്കുന്നു. പൂഷൻ, ജഗത്തിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യദേവ, അത് നീ, ആ മൂടിയെ, അത് എന്ന് പറഞ്ഞ ഏതിനെയാ? ആ സത്യത്തിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുന്ന തത്, അതിനെ, ആ മൂടിയെ നീ സത്യധർമ്മന്നു കാണുവാൻ, സത്യസാക്ഷാത്കാരം ജീവിത ലക്ഷ്യമാക്കി കരുതുന്ന ഈ ഉള്ളവന് കാണുവാൻ. സത്യസാക്ഷാത്കാരത്തിന് അപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സത്യധർമ്മനായി എനിക്ക് കാണുവാൻ തുറക്കുക, നീ അതൊന്ന് അപാവൃണോ, മാറ്റിത്തരിക. ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അറിവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആരായി അല്ലേ? ഇനി ജന്മമേ വേണ്ടി വരില്ല, ഇനി ജന്മമേ വേണ്ടി വരില്ല. വന്നാൽ തന്നെ അധികം ജന്മങ്ങൾ വേണ്ടിയും വരില്ല. കാരണം സത്യം അറിഞ്ഞിട്ട് പിന്നെ സഞ്ചരിച്ചാൽ മതിയല്ലോ. അപ്പൊ നോക്കൂ, അപ്പോൾ വഴികളൊക്കെ തെളിച്ചു വെക്കുക നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മള്. കാരണം ഉപനിഷത്ത് അത്രയും പരമമായ ജ്ഞാനത്തെ പറയുന്ന ഗ്രന്ഥമാണല്ലോ ഉപനിഷത്ത്. ഗുരു നമുക്ക് തന്നത് വെറുതെയുമല്ല. നമ്മളിത് പഠിച്ച് നമ്മുടെ ജന്മ സാഫല്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗുരു ഈ ഉപനിഷത്ത് നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത്. നമുക്ക് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. നോക്കൂ, അപ്പോ നമ്മൾ ആദ്യം ഇതിന്റെ ഈ കൃതി എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പറഞ്ഞു യജുർവേദത്തിൽ വരുന്ന ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞു. യജുർവേദത്തിലെ 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓരോ വേദവും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. വേദങ്ങൾക്ക് 2 ഭാഗമുണ്ട്, ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. ഇതൊക്കെ നമ്മൾ വിചാരം ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ ശുക്ല യജുർവേദം, യജുർവേദത്തിന് 2 ഭാഗമുണ്ട്, കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. അതിൽ ശുക്ല യജുർവേദീയമായിട്ടുള്ള ഉപനിഷത്താണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത്. അതിലെ ശുക്ല യജുർവേദ, ഈ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാധാരണ ഉപനിഷത്ത് കാണുന്നത് അവസാന ഭാഗത്താ. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് അവസാന ഭാഗത്താ. പക്ഷെ ഈ ഉപനിഷത്ത് വരുന്നത് സംഹിതയുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഇതിനെ സംഹിതോപനിഷത്ത് എന്നും പറയുന്നത് അതുകൊണ്ടാണ്. അതായത് വേദത്തില്, അതുകൊണ്ടാണ് ഇവിടെ പൂഷനൊക്കെ കടന്നു വന്നത്. അവിടെ അതായത് കർമ്മകാണ്ഡമായ സംഹിതയുടെ അവസാന അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഓർത്തോളം, കർമ്മകാണ്ഡമായ സംഹിത, വേദത്തിന് 4 ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നന്നായി ഓരോന്നും പറഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്.
സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലെ സംഹിതയുടെ അവസാന അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പൊ ഓർക്കണം, ജ്ഞാനഭാഗത്തല്ല ഇത് കിടക്കുന്നത്, സംഹിതയുടെ ഭാഗത്താണ്, കർമ്മകാണ്ഡത്തിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് വേദാന്ത തത്വങ്ങളും ഒപ്പം കർമ്മകാണ്ഡത്തിലെ ചില ഉപാസനകളും അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളും ഈ ഉപനിഷത്തിൽ കാണുന്നു. അതാണ് ഇവിടെ പൂഷൻ വന്നത്. അതായത് വേദാന്ത തത്വത്തോടൊപ്പം തന്നെ കർമ്മകാണ്ഡത്തിലെ ചില ലക്ഷണങ്ങളും കൂടി ഈ ഉപനിഷത്തിൽ കാണാം. അതുകൊണ്ടാണ് പരബ്രഹ്മത്തിന്റെ സ്ഥാനത്ത് ഇവിടെ പൂഷൻ എന്നൊക്കെ വിളിച്ചത്. ആ വൈദികമായ ദേവതാ സങ്കല്പത്തെയൊക്കെ ഇവിടെ വെച്ചത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടത് സംഹിതാ ഭാഗത്ത് വന്ന ഉപനിഷത്തായതുകൊണ്ട് കർമ്മകാണ്ഡത്തിലെ ലക്ഷണങ്ങൾ ഇവിടെ കാണാം. അപ്പോ അതാണ് പൂഷാവ്. വേദകാലീനമായ ദേവതയാണ് പൂഷാവ്. ആ പൂഷാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത് സംഹിതാ ഭാഗത്ത് വന്ന ഉപനിഷത്തായതുകൊണ്ടാണ്. കർമ്മകാണ്ഡത്തിലെ ചില ഉപാസനകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഇവിടെ പൂഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം എന്ന് പഠിച്ചു. അവിടെ ഈശൻ എന്നാണ് ഇത്രേ സമയം പരബ്രഹ്മത്തെ പറഞ്ഞു വന്നത്. ഇവിടെ പൂഷൻ എന്ന് പറഞ്ഞു. അതായത് തത്വപരമായി നമ്മൾ നോക്കിയാൽ സർവത്തിനും പോഷകനായിരിക്കുന്ന സത്ത് എന്ന തരത്തിൽ പൂഷാവിനെ നമുക്ക് കാണാം. അതായത് ഒരു നെൽമണി എടുത്താൽ ആ നെല്ലിന്റെ സത്തായിരിക്കുന്ന അംശം, കരിമ്പെടുത്താൽ ആ കരിമ്പിന്റെ സത്ത് എന്താണ് അല്ലെ? ചോറ് വെച്ചാൽ അതിന്റെ സത്താണല്ലോ കഞ്ഞിവെള്ളമായിട്ട് വരുന്നത്. നമ്മളെ സത്ത് കളഞ്ഞിട്ട് അതിന്റെ ആ അല്ലാത്തതാണ് കഴിക്കുന്നത്. അപ്പോ എല്ലാത്തിൻ്റെയും ഉള്ളിൽ പോഷകമായിരിക്കുന്ന സത്തായിരിക്കുന്ന എന്ന അർത്ഥത്തിൽ ഈശൻ എന്ന അർത്ഥം നമുക്ക് പൂഷാവിന് കൊടുക്കാം. മനസ്സിലാക്കിക്കൊള്ളണം. സർവ്വതിനും പോഷകനായിരിക്കുന്ന സത്ത്, എല്ലാത്തിനും ചൈതന്യമായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് സത്തിന്. അപ്പോ സർവ്വതിനും പോഷകനായിരിക്കുന്ന സത്ത് എന്ന തരത്തിൽ പൂഷാവിനെ നമുക്ക് ഈശനായി കാണാം എന്ന് ഓർക്കുക. നമ്മൾ ഈശനെയാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ മന്ത്രങ്ങളിലൂടെ ഈശനെയാണ് സ്തുതിച്ചു വന്നത്. അപ്പൊ ഈ പൂഷൻ ഈശാവ് തന്നെയാണെന്ന് ആദ്യം അറിയുക. ഇനി നമുക്ക് നോക്കാം. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം. അതായത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നമുക്ക് സത്യത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളെല്ലാം തന്നെ എത്രയോ മന്ത്രങ്ങളിലൂടെ ഋഷീശ്വരൻ നമുക്ക് സത്യത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. ഈ വാക്കുകളെല്ലാതും പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു. വ്യക്തമായി പറയാത്ത ചില കാര്യങ്ങൾ ഓരോ മന്ത്രത്തിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അമൃതപദത്തെ പ്രാപിക്കുമെന്ന് പറയുന്നു. അമൃതപദം എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇതിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. എവിടെയാണ് സഞ്ചരിച്ചാൽ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. ആ അനുഭവത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞേക്കണ മന്ത്രങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു. ഓരോ മന്ത്രത്തിലും പറഞ്ഞു വെച്ച വാക്കുകൾക്കിടയിൽ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്നു. ഓരോ മന്ത്രങ്ങൾക്കിടയിലൂടെയും നമ്മൾ ആ പറയാത്ത വാക്കുകളുടെ ആ ഋഷിയുടെ അനുഭവത്തിന്റെ മാധുര്യതയെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഇവിടെ ഹിരൺമയേന എന്നുള്ളൊരു പ്രയോഗമാണ്. ഗുരു അതിനെ പൊന്നപ്പൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലെ? ഗുരു പൊന്നപ്പൻ എന്നൊക്കെ വിളിച്ചത് ഏത് പിണ്ടനന്ദി എന്ന കൃതിയിൽ പൊന്നപ്പൻ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലെ? അതായത് ഈ ലൗകിക ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഭ്രമിപ്പിക്കുന്ന ഒരു ലോഹമാണ് സ്വർണം. ഏറ്റവും വില കൂടിയതുമാണ്. അപ്പോൾ വില കൂടിയ ഒരു വസ്തുവിനെ എടുത്ത് ഉദാഹരണമാക്കി വെക്കുകയാണ്. ദേവീ സ്തവത്തിലൊക്കെ പറയും പൊന്നിൻകനീ അല്ലെ? ഇങ്ങനെയൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പൊന്നേ മണിയേ മരതകമേ അല്ലെ?
മന്നേ മയിലേ മാനിലമേ ഒക്കെ ഗുരു പറഞ്ഞ ഈ പൊന്നൊക്കെ ഗുരുവിന്റെ കൃതികളിൽ ഇടയ്ക്ക് ഇങ്ങനെ കയറി പോകാറുണ്ട്. അപ്പോ സ്വർണം വില പിടിച്ച ലോഹാണ്. അതെന്നും നമ്മളെ മയക്കുന്നതാണ്. നമ്മൾ പറഞ്ഞത് സ്വർണത്തിന്റെ രൂപം നമ്മളെ ഏറ്റവും മയക്കുന്ന ഒന്നാണ്. അപ്പോ ഋഷി പറയാണ്, അടപ്പോട് കൂടിയ ഒരു സ്വർണപാത്രം, ഹിരൺമയേന പാത്രേണ, അതായത് അടപ്പോട് കൂടിയ സ്വർണപാത്രം അഥവാ ചെപ്പ് മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞ വാക്കുകളൊക്കെ. ഇവിടെ എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഞാനത് ആരാണെന്ന് പേര് ചോദിക്കാൻ മറന്നുപോയി. അമൃതാനുഭവമാണോ പറയണത്? അമൃതാനുഭവത്തിൽ നമ്മൾ എത്തിയ അമൃതാനുഭവത്തെ കുറിച്ചാണോ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ആരോ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ നല്ല ചോദ്യമാണ് ചോദിച്ചത്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാ ചോദിച്ചത്. പക്ഷെ അതിന്റെ ഉത്തരം അടുത്തതിൽ പറയാൻ പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ കയറി ഒരു ജിജ്ഞാസുവായിട്ട് ചോദിച്ചു കഴിഞ്ഞു, പറഞ്ഞത് അമൃതാനുഭവമാണോ എന്ന്. ആയിട്ടില്ല. ഇത്രയും നേരം പറഞ്ഞ മൂടിപ്പാത്രം മാത്രമെന്നാ പറയണത്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ആ സ്വർണ്ണ നിർമ്മിതമായ നമ്മളെയൊക്കെ മയക്കുന്ന ആ പാത്രം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതായത് ഇത്രയും നേരം മന്ത്രത്തിലൂടെ ഋഷി പറഞ്ഞത് ആ സ്വർണപാത്രത്തെ കുറിച്ച് മാത്രമാണ്. അതിനകത്ത് അത് തുറക്കാനുള്ള മാർഗം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രത്നം കിട്ടുള്ളൂ. അതിനകത്ത് രത്നം വെച്ചിട്ടുണ്ട്. ഈ സ്വർണത്തെക്കാൾ വിലമതിയാനാവാത്ത ഒരു രത്നം ആ ചെപ്പിന്റെ സ്വർണ്ണ ചെപ്പിന്റെ അകത്തുണ്ട്. ഇവിടെ സ്വർണ്ണ ചെപ്പൊന്നും അല്ല കൊണ്ടുവരണ്ടേ, അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞു തരാം. സ്വർണ്ണ ചെപ്പും തേടി ഒന്നും പോകല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ സ്വർണ്ണ ചെപ്പ് തുറക്കാൻ നമുക്കറിയില്ല. തുറക്കാൻ അറിയാത്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്വർണ്ണ ചെപ്പിനെ ഈ ഭൗതിക ജീവിതത്തിന്റെ മാസ്മരികതയെ, സുഖലോലുപതയെ, വിഷയാസക്തിയൊക്കെ അനുഭവിച്ചും സുഖിച്ചും രസിച്ചും പാടി പുകഴ്ത്തിയൊക്കെ അങ്ങനെ കടന്നു പോകും. കാരണം എന്താ? അത് തുറക്കാനുള്ള മാർഗം അറിയില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം സുന്ദര തുളസീൻ സാർ പറഞ്ഞ പോലെ ഗുരുവിന്റെ കൃതി തുറക്കാനുള്ള താക്കോല് നമുക്ക് കിട്ടണം. താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. താക്കോല് കിട്ടിയാൽ പിന്നെ നമുക്ക് ആരുടെ സഹായമില്ല, നമ്മൾ തുറന്നു പോകും. താക്കോല് കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോ ഇത്രയും നേരം പറഞ്ഞ വാക്കുകൾ മുഴുവനും ആ സ്വർണ്ണപാത്രത്തെ കുറിച്ച് മാത്രമാണ്. അത് തുറക്കണം. അത് തുറന്നാൽ മാത്രമേ രത്നം സദൃശമായ അനുഭവം, അമൃതാനുഭവം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അത് തുറക്കാനുള്ള വഴി നമുക്കറിയില്ല. അതാണ് സത്യം. അപ്പോ ജീവിതകാലം മുഴുവനും നമ്മള് ഈ ലൗകിക ജീവിതത്തിന്റെ ജഡവസ്തുക്കളെ, ഭ്രമിപ്പിക്കുന്ന മായ കാഴ്ചകളെ എത്രയോ ജന്മങ്ങളായി പുകഴ്ത്തിയും പാടിയും നമ്മൾ കടന്നുപോയി. അതിന്റെ ഫലമാണല്ലോ നമ്മുടെ ജന്മം. ഇല്ലെങ്കിൽ നമ്മൾ ജനിക്കില്ല. ഗുരു പറഞ്ഞ പോലെ ജന്യമൃതികളാകുന്ന കാട് വളർത്തിക്കൊണ്ടിരിക്കുക നമ്മൾ. കാരണം എന്താ? വാസനയായിട്ട് പോകും, തിരിച്ച് ജന്മമായിട്ട് വരും, പിന്നെയും വാസന എടുക്കും, പിന്നെയും പോകും, അല്ലെ? ഈ വാസനയുടെ വേരറുത്ത് കളയാനുള്ളത് ഒന്നും ഇവിടെ ചെയ്യാൻ നമുക്ക് അറിയില്ല. ഈ സ്വർണ്ണ ചെപ്പിനെ ഒന്ന് തുറന്നക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ. അപ്പോ ഈ ഇവിടെ പറയുന്നത് ഈ സുഖഭോഗവരതയെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഈ സ്വർണ്ണ ചെപ്പിനെ പാടി പുകഴ്ത്തി നടക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ജന്മാന്തരങ്ങളിലൂടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സുഖഭോഗവരതയാകുന്ന പ്രപഞ്ചാനുഭവത്തെ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെ, ആ അനുഭവങ്ങള് സ്വർണ്ണച്ചെപ്പാണ്. ഭൗതിക വിഷയ ലോലുപതയാണ് സ്വർണ്ണച്ചെപ്പ്. ആ ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തെ, അറിവിലുമേറിയ അറിവിനെ അന്വേഷിക്കാതെ ഇന്ദ്രിയ വിഷയമായ ജ്ഞാനങ്ങളിൽ സുഖിച്ചും ദുഃഖിച്ചും ഒക്കെ നമ്മളങ്ങനെ ആ സ്വർണ്ണ ചെപ്പിൽ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മവും. അപ്പോ അതിനെ ഇനി പുകഴ്ത്തി എനിക്ക് മതിയായി എന്ന് പറയാം. പുകഴ്ത്തി മതിയായി, സത്യധർമ്മനായി ഞാൻ. എനിക്കറിയാം അതിനപ്പുറം ഒരു സത്യം ഉണ്ടെന്ന്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരു സുഖവും ലഭിക്കുന്നില്ല ശാശ്വതമായിട്ടുള്ളത്. എത്രയോ രുചികൾ ഞാൻ രുചിച്ചു, എന്റെ ശരീരം തടിച്ചു കൊഴുത്തു എന്നല്ലാതെ, എനിക്ക് രോഗമായി അത് പരിണമിച്ചു എന്നല്ലാതെ ഒരു സുഖവും എനിക്ക് കിട്ടുന്നില്ല. എന്റെ ചെവിയിലൂടെ ഞാൻ എത്രയോ മധുരമായ ശബ്ദങ്ങൾ കേട്ടു, ഇപ്പൊ എനിക്ക് ശബ്ദം എടുക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? അപ്പൊ ഞാനിങ്ങനെ ഈ അഞ്ചറിവ് ജീവിയായ മനുഷ്യൻ
ഇന്ദ്രിയങ്ങളിലൂടെയും കിട്ടുന്ന അറിവുകളെ പാടിപ്പുകഴ്ത്തി മതിയായെന്ന് പറയാം. അതിനപ്പുറം ഒരു സത്യമുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഈ പുകഴ്ത്തൽ ആവശ്യമില്ല. അതാണ് പറയുന്നത്. അത് തുറക്കാനുള്ള വഴി എനിക്ക് തിരയണം. ഇനി ആ മൂടിച്ചെപ്പിനെ, ആ സ്വർണപാത്രത്തെ തുറക്കാനുള്ള വഴി എനിക്ക് തിരയണമെന്ന് ഋഷി പറയാണ്. അപ്പോൾ 8:45 നിർത്തണം എന്നാണ് ഒരു അറിയിപ്പ്. അതുകൊണ്ട് നമുക്കിപ്പോൾ 8:45 ഇതിന്റെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പുള്ള മന്ത്രം, അതായത് മന്ത്രവും തർജ്ജമയും നന്നായിട്ട് പഠിക്കണം. 15ാമത്തത് നന്നായി വായിച്ച് മനസ്സിലാക്കി വരിക. ഇത്രയും എടുത്തത്ര നന്നായി വായിച്ച് മനസ്സിലാക്കി വേണം വരാനായിട്ട്. എല്ലാവർക്കും നന്ദി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഗുരു ഓം.